السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ ഇരിശക്കാരിൽ, അവിടുത്തെ മെഹബൂബീങ്ങളിൽ അള്ളാഹു നമ്മെയും ചേർക്കുമാറാവട്ടെ. അവിടുത്തെ മദ്ഹ് പറഞ്ഞവർ, അവിടുത്തെ സ്നേഹിച്ചവർ, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവർ എല്ലാവരും ഉന്നതമായ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്നും എപ്പോഴും അവിടുത്തെ മദ്ഹ് പറയുന്നവരായിരുന്നു അവിടുത്തെ സഹാബാക്കൾ, അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, സഹചാരികൾ. അവരുടെ ഏതു നേരത്തുള്ള തൊഴിലും അതുതന്നെയായിരുന്നു മുത്തുനബിയെപ്പറ്റി പറയുക എന്നത്. എല്ലാവരും, ആരും ഒഴിവല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തുടങ്ങി എല്ലാവരും അവിടുത്തെ മദ്ഹ് പറയുന്നവരായിരുന്നു. അവിടുത്തെ വിശേഷണങ്ങൾ ശരിയാവണ്ണം ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചവരാണല്ലോ അവർ. അവർ പറഞ്ഞു തന്നിട്ടാണല്ലോ നബിയുടെ മദ്ഹും ചരിത്രവുമൊക്കെ നാം അറിയുന്നത്. അങ്ങനെ നബിയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സകലതും ലോകത്തോട് പറഞ്ഞു തന്നവരാണ് മഹാന്മാരായ സഹാബാക്കൾ. അവരുടെ കൂട്ടത്തിൽ ചില കവികളുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടിപ്പുകഴ്ത്തി. അവരങ്ങനെ മുത്തുനബിയുടെ മാദിഹീങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവരിൽ പ്രധാനികളാണല്ലോ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ. അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവരെ പുകഴ്ത്തി പറയുകയുണ്ടായി. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവേ, നീ ഹസ്സാൻ ബിൻ സാബിത്തിനെ റൂഹുൽ ഖുദ്സിനെ കൊണ്ട് ശക്തിപ്പെടുത്തണമേ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട്, റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് അദ്ദേഹത്തെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഹസ്സാൻ ബിൻ സാബിത്ത് ഇപ്പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ കേട്ടുവോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു, ഞാനത് കേൾക്കുകയും ചെയ്തു എന്ന്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പാടിയ പാട്ട് സഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ ആ മഹാനവറുകൾ ചൊല്ലിയ കവിതകൾ, മദ്ഹിൻ്റെ കവിതകൾ, അത് പാടിയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖല്ലക്കും ലാ യഖൂലു റഫസ്. നിങ്ങളുടെ സഹോദരനായ അബ്ദുല്ലാഹി ബിൻ റവാഹ പറഞ്ഞതൊന്നും പൊടിവാക്കുകളല്ല, അദ്ദേഹം പൊടിവാക്ക് പറയുന്ന ആളല്ല, നല്ല വചനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്നത് അത് നല്ല വചനങ്ങളാണ്, നല്ല കാര്യമാണ്, നല്ല വാക്കുകളാണ്, നല്ല വർത്തമാനങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അവരാണല്ലോ ഏറ്റവും കൂടുതൽ മദ്ഹ് പറഞ്ഞത്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീനത്തെ പള്ളിയിൽ തന്നെ മദ്ഹ് പറയാനുള്ള സദസ്സുണ്ടാക്കിയിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ സഹാബാക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പാടിയിരുന്നു, പള്ളിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് പാടിയിരുന്നു. ഈ ഹദീസ് അതിൻ്റെ വ്യാഖ്യാതാക്കളിൽ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു, അതിൻ്റെ വ്യാഖ്യാതാവായ, ശറഹ് മുസ്ലിമിൻ്റെ വ്യാഖ്യാതാവായ മഹാനായ ഇമാം നബി റളിയല്ലാഹു അൻഹു ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പള്ളിയിൽ വെച്ച് പറയൽ സുന്നത്താണ് എന്ന്. അപ്പോൾ പള്ളിയിൽ വെച്ച് റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ഓതുക, മൗലിദ് ഓതുക, മദ്ഹ് പാടുക എന്നത് സുന്നത്തായ കാര്യമാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നു. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എതിർത്തുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ചുകൊണ്ട് എന്തോ എതിർത്തുകൊണ്ട് ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ
ആയിഷ ബീവി ഉറുവത്തിനോട് പറഞ്ഞു, ഹസ്സാൻ ബിൻ സാബിത്തിനെ എതിർക്കരുത്, മോശമായി പറയരുത്. കാരണം ഹസ്സാൻ ബിൻ സാബിത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവരാണ്. ശത്രുക്കളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുന്നവരാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുന്നവരാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉർവത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മദ്ഹ് പറയുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. അത് അള്ളാഹുവിനും അവൻ്റെ റസൂലിനും വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. നാം ധാരാളമായി മദ്ഹ് പറയണം, ധാരാളമായി മൗലിദ് ഓതണം. എന്നും എപ്പോഴും നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ താമസ സ്ഥലങ്ങളിൽ എല്ലായിടത്തും അവിടുത്തെ മദ്ഹ് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.